ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഓഫ് കോഴ്സ് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷെ അത്ര ലെങ്ത് കാണത്തില്ല അല്ലേ? കാരണം ഒത്തിരി കത്തിയടിയൊന്നും ഇല്ല. ഡയറക്റ്റ് നമ്മൾ കുക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് സക്സസ് ആയ ഒരു മധൂദ് അല്ലേ, ചിക്കൻ മധൂദ് നമ്മൾ ട്രൈ ചെയ്തിട്ട് അതൊരു സക്സസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മളിന്ന് ബീഫിൻ്റെ മധൂദാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് കിച്ചണിലേക്ക് പോവാം അല്ലേ? ചിക്കൻ മധൂദിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്, സത്യം അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, എനിവൈസ് നമുക്ക് കണ്ടതേ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അതിന് ഇൻഗ്രീഡിയൻസ് അങ്ങ് നോക്കാം. ബീഫ് മധൂദ് ആകുമ്പോൾ നമുക്ക് ബീഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് കപ്സ റൈസ് ആണ്. ഇത് നമ്മളൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് സവാള, അതുപോലെ തന്നെ ക്യാപ്സിക്കം. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് ടൊമാറ്റോയുടെ പേസ്റ്റ് വേണം. പിന്നെ ഈ ഒരു മസാല കൂട്ടുണ്ടല്ലോ, സോ ഇത്രയും മതി. പിന്നെ മെയിനായിട്ട് വേറെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, സോറി, കപ്സ മസാല അല്ലേ. ഇത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എനിക്കിതിനകത്തൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നത്, ഈ മസാലക്കകത്ത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി എന്താ? ഇതെനിക്ക് ആക്ച്വലി ഇന്ന് വരെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്സ് ആയിട്ട് ഫോളോ ചെയ്യാം അല്ലേ? നോക്കിയത് ഓക്കെ, ഞാൻ കറക്റ്റ് സ്റ്റെപ്സ് തന്നെ പറയാം. ഞാൻ കുക്കറിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലക്കൂട്ടായിട്ടുള്ള ഏലക്ക, ഗ്രാമ്പൂ എല്ലാം കുറച്ചിട്ടു. പിന്നെ ഇതിലേക്ക് നമ്മൾ ഹാഫ് മൂണായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ഒനിയൻസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിന് ഏറ്റവും ഫ്ലേവർ തരുന്നതെന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കമാണ്. അപ്പം നമ്മളൊരു വലിയ ക്യാപ്സിക്കം തന്നെ ഇടണം. ഈ ക്യാപ്സിക്കവും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഈ സമയത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ആക്ച്വലി ക്യാപ്സിക്കവും സവാളയും കൂടെ നമ്മളിങ്ങനെ സോട്ട് ചെയ്തൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഓക്കെ, അതാണ് ഇടാൻ പോകുന്നത്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുവാണ്. ഇതിൻ്റെ മുഖത്ത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് വേണം. 2 ടൊമാറ്റോയുടെ പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ ടൊമാറ്റോ കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന ടൊമാറ്റോ ഉപയോഗിച്ച് ഞാൻ കുറച്ച് നേരം ഫേസ് ഒന്ന് മസാജ് ചെയ്തു. അത് സ്കിന്നിന് ആക്ച്വലി നല്ലതാണ്, എൻ്റെ അഭിപ്രായത്തിലും ഇറ്റ്സ് ആക്ച്വലി വർക്ക്സ്. ഓക്കെ, അങ്ങനെ അതെല്ലാം കൂടി സോട്ടാകുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 തക്കാളി പേസ്റ്റ് ആക്കിയതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് തക്കാളിയുടെ പേസ്റ്റ് കൂടി ഇട്ടു. അതും കൂടി ഒന്ന് കുക്കായി വരുമ്പം ഇതിൽ ചിക്കൻ മധൂദുമായിട്ടൊരു ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു അറബ് ഫുഡ് മസാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സോ ഇതായിരിക്കും ഇതിന് ഏറ്റവും ഒരു ടേസ്റ്റ് മേക്കർ. നമ്മൾ ചിക്കൻ മധൂദിലാണെങ്കിൽ നമുക്ക് മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ചിക്കൻ്റെ മാഗി ക്യൂബ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇതാണൊരു ഡിഫറൻസ്. പിന്നെ അതുപോലെ തന്നെ ബീഫിന് കുറച്ചുകൂടി വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ ബീഫ് സെപ്പറേറ്റ് വേവിക്കും, അരി സെപ്പറേറ്റ് വേവിക്കും, എന്നിട്ടായിരിക്കും ഇത് മിക്സ് ചെയ്യുന്നത്. സോ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് സോട്ടായി വരുവാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അറബ് മസാലയുടെ കൂടെ എൻ്റെ ഒരു അഡീഷനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇടുവാണ്. അത് ഞാൻ റെഫർ ചെയ്ത വീഡിയോസിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് അത് ഞാനിപ്പോൾ ഇടുമ്പോൾ കാണിക്കാം. സോ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് ബീഫ് മസാല, ഇത്രയും കൂടി ഇട്ടിട്ട് ഒരു 3-4 പച്ചമുളക് ഇടണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് 1 kg ബീഫാണ് ഇടുന്നത്. നമ്മൾ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് മേടിക്കണം. ഈ ബീഫ് ഇട്ടതിന് ശേഷം നമ്മളിത് ഈ മസാലയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ 3 കപ്പ് റൈസിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 3 കപ്പ് റൈസും 1 കിലോഗ്രാം ഓഫ് ബീഫും ആണുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു, കാരണം ഈ ബീഫ് കുക്കായി വരണം. അപ്പോൾ ഈ ബീഫ് കുക്കായി വരാൻ ഒരു 5-6 വിസിലെങ്കിലും വേണം. അങ്ങനെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആക്ച്വലി ഇത്രയും സ്റ്റെപ്സേ ഉള്ളൂ ഗൈസ് ഈ ബീഫ് മഹദൂദിന്. ഇതൊന്ന് കുക്കായി ബീഫ് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം.
വിസിൽ വരാനായിട്ട് നമ്മുടെ ക്ഷമ നശിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിരുന്നു. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നപ്പോൾ ഒന്നുമില്ല, ഒരു ലെമൺ ഉണ്ടല്ലോ, അത് ഒരു 2 പീസ് ജസ്റ്റ് കട്ട് ചെയ്തിട്ടിട്ടാൽ നല്ലതായിരിക്കും. അതുപോലെ ഈ ടൈമിൽ നമുക്ക് ഉപ്പും എല്ലാം ചെക്ക് ചെയ്യാം. അതിനുശേഷം റൈസ് ഞാൻ 1 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ റൈസും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കാരണം എനിക്കത് വെള്ളം ഭയങ്കര കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. 3 കപ്പ് അരി ഇട്ടേക്കുന്നത്. അപ്പോൾ 3 കപ്പ് അരിക്ക് നമ്മൾ 3.5 കപ്പ് വെള്ളം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു വിസിലും കൂടെ അടിച്ചിട്ട് നമുക്ക് ഇതിനിടയ്ക്ക് തുറന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു ഞാനിത്ര പ്രോ ആയിട്ട് പറയുന്ന കാര്യമില്ല, യൂട്യൂബിൽ പ്രോ വീഡിയോസ് ഉണ്ട്. എന്നാലും ഇത് കണ്ടിട്ട് എനിക്ക് വെള്ളം ആവശ്യത്തിന് ഇതിനകത്തുള്ളതായിട്ട് തോന്നുന്നത് നമ്മുടെ ഒരു ഐഡിയ ആണ് ഗൈസ്. അതായത് നമുക്കൊരു ഐഡിയ വേണം. നമ്മൾ ചേർക്കുന്ന വെള്ളം അല്ലേ, നമ്മൾ ചേർക്കുന്ന ഇറച്ചി, അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം, ഇതെനിക്ക് കണ്ടിട്ട് കറക്റ്റായിട്ടാണ് തോന്നുന്നത്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലും കൂടി ഇടാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നമ്മൾ നോക്കണം. എനിക്ക് എല്ലാം ഇതിൻ്റെ ഒരു ടേസ്റ്റിന് ഇത് കറക്റ്റാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് അരച്ച് വെച്ച് ഒറ്റ വിസിലടിച്ചിട്ട് നമുക്ക് റൈസ് വെന്തോന്നൊന്ന് നോക്കാം. വെന്തില്ലെങ്കിൽ നമ്മൾ പിന്നെയും തുറന്ന് വെച്ച് വിസിലടിപ്പിച്ചാൽ മതി. നല്ല ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, പിന്നെ കൊള്ളാമായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏറെ കാത്തിരുന്ന നിമിഷത്തിലേക്ക് നമ്മളതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിതിൽ ഏറ്റവും ടെൻഷനുള്ളൊരു സെക്ഷനാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന ആ നിമിഷം. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് മാത്രമായിട്ട് അച്ഛൻ നമ്മളിത് ഓപ്പൺ ചെയ്ത് പുള്ളി വ്ലോഗ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല. കുക്കർ തുറക്കുന്നത് പക്ഷേ നീ എന്തെങ്കിലും ഇല്ലില്ല, അത് ഞാൻ ഓക്കെ ഗായ്സ്, സക്സസ് ആയെന്നൊരു ലക്ഷണമാണ്. ഇതിന്റെ കാര്യങ്ങളെല്ലാം അതിന്റെ മേളിൽ വന്ന് സെറ്റായി കിടപ്പുണ്ട്. ഓ യെസ്, സക്സസ് ഗൈസ്. ഇതാണ് നമ്മുടെ ബീഫ് മധു. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. എനിക്ക് അറിയായിരുന്നു, പക്ഷേ ബീഫ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ 2 ടൈംസ് ചെയ്തതുകൊണ്ട്. അപ്പോൾ എനിവേസ് കണ്ടില്ലേ, റൈസ് ഒക്കെ ആയിട്ടുണ്ട്, ബീഫൊക്കെ കറക്റ്റ് ആണെങ്കിലും ഇത് ഒത്തിരി സ്പൈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ. പക്ഷെ ഇതിൻ്റെ ഒരു വൈബ് എന്ന് വെച്ചാൽ അങ്ങനെ അത്ര സ്പൈസി അല്ല. ഒരു മന്തി റൈസിൻ്റെ ഒരു ഓക്കെ, ഞാൻ ഒത്തിരി കത്തി അടിക്കുന്നില്ല, നമുക്ക് കഴിക്കുമ്പോൾ കാണാം. അതിനകത്ത് ആ റൈസിനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതെ, പ്രേമിൽ അച്ഛൻ കൊള്ളാല്ലേ, നമ്മൾ വീട്ടിൽ വെച്ചത് എന്നുള്ള രീതിയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.